കർഷകർക്ക് ഉപകരിക്കുന്ന രണ്ട് ഉപകരണമായിട്ടാണ്, അതായത് രണ്ട് എക്യുപ്മെന്റ്സ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ഏണിയും അതേപോലെ തന്നെ രണ്ട് ടൈപ്പ് തോട്ടിയും അല്ലെ. നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? ഇത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് ചെറുകോട് എന്ന സ്ഥലത്താണ്. ചെറുകോട് അല്ലെ. ഈ ഏണി മാക്സിമം എത്ര ഹൈറ്റ് പോകും? അത് അലൂമിനിയം ട്യൂബില് ഫൈബർ സ്റ്റെപ്പോട് കൂടി ഉള്ളതാണ്. അതിന്റെ ഹൈറ്റ് ഒരു ലെങ്ത് എന്ന് പറയുന്നത് 20 അടിയാണ്. 6 മീറ്റർ. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിൽ ഒരു 10 അടിയും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം നോർമലി. ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ നമുക്ക് 20 അടിയാണ്. എടുത്ത് കുറവായത് കാരണം ഒലച്ചിലുണ്ടാവാൻ സാധ്യത, ചെറിയൊരു ഒലച്ചിൽ. അപ്പൊ അത് കാരണം ഇത് ഫൈബർ ആണ് മെറ്റീരിയൽ വരുന്നത്. ഫൈബർ ഫുള്ളി ഫൈബർ ആണ്. ഇതാണെങ്കിൽ അലുമിനിയം. അത് അലൂമിനിയത്തിൽ ഫൈബർ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൈസിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല, പ്രൈസിൽ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ഏകദേശം 300-400 രൂപയുടെ വ്യത്യാസം അത്രേ വരുന്നുള്ളൂ. ഫൈബർ ആണെങ്കിൽ ചെറിയ കനം കുറഞ്ഞ സംഭവമാണ്. അതെ, ഫൈബർ മീൻസ് നമ്മുടെ തോട്ടങ്ങളിലൊക്കെ കറണ്ട് ലൈന് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് ഇത് ഏതൊക്കെ മരത്തിൽ കയറാൻ പറ്റും, ഇനി ഏതെങ്കിലും മരത്തിൽ കയറാൻ പറ്റൂല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാ മരത്തിലും നമുക്ക് കയറാം. ചക്ക ഇടാന്, മാങ്ങ പറിക്കാന്, അതുപോലെ ജാതിക്ക പറിക്കാൻ, അങ്ങനെ. അപ്പൊ കർഷകർക്ക് മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. നിലവിൽ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്നത് മുളയുടെ ഏണിയായിരുന്നു. അത് അതിന്റെ അവൈലബിലിറ്റിയും അത് കിട്ടാത്ത പാടും അതുപോലെ തന്നെ അതിന്റെ ഡ്യൂറബിലിറ്റിയും, അതായത് കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയാത്ത ഉണങ്ങി പൊട്ടിപ്പോവുകയും ചെയ്യുന്ന കാരണം പിന്നെ ആളുകൾ അവലംബിച്ചിരുന്നത് GI പൈപ്പിലുള്ള ഏണി. ഇതില് GI പൈപ്പില് സ്റ്റെപ്പ് പിടിപ്പിച്ചിട്ട്, പക്ഷെ അത് ഓവർ വെയിറ്റ് കാരണം ആളുകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായി. കൊണ്ടുപോകാനും അതുപോലെ ഒരു മരത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാനും, ഇപ്പൊ തോട്ടത്തിലൊക്കെ ആകുമ്പോൾ ഓരോന്നും മാറ്റി വെച്ച് പോകാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇതാകുമ്പോൾ വളരെ വെയിറ്റ്ലെസ് ആണ്. 6 മീറ്റർ ഉള്ളത് ഒരു 10 കിലോക്ക് അടുത്ത് വെയിറ്റ് ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് സുഖമായിട്ട് ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാം. രണ്ട് ടൈപ്പ് ഏണിയും അതേപോലെ തന്നെ രണ്ട് ടൈപ്പ് തോട്ടിയും. ഈ തോട്ടി രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വരുന്നത്? തോട്ടി രണ്ട് ടൈപ്പ്. ഒന്ന് ഫുള്ളി ഫൈബർ ആണ്. വെയിറ്റ് ഏകദേശം രണ്ടും സെയിം തന്നെ വരുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രൈസിലാണോ വ്യത്യാസം വരുന്നത്? പ്രൈസിലും തന്നെ ചെറിയ വ്യത്യാസമുള്ളൂ. ഹൈറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് രണ്ടും. ഈ അലൂമിനിയം തോട്ടി നമുക്ക് മാക്സിമം ഒരു 36 അടി വരെ യൂസ് ചെയ്യാം. ഈ ഫൈബറിലാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 21 അടിയാണ് യൂസ് ചെയ്യാൻ. മാക്സിമം ഹൈറ്റ് ലെങ്ത് കൂട്ടാൻ പറ്റുന്നത്. രണ്ടും ഒരേ രൂപത്തിലാണ്. ടെലസ്കോപ്പിക് ടൈപ്പ് ആണ്. നീട്ടി ഉപയോഗിക്കാം. ഏറ്റവും ചുരുങ്ങിയ അവസ്ഥയിൽ ഇതിന് 12 അടിയാണ്. ഫുള്ളി ലെങ്ത് എടുത്താൽ 36 അടിയാണ് ഇതിന്റെ സൈസ് വരുന്നത് അല്ലേ. കർഷകർക്ക് മാത്രമല്ല കേട്ടോ, വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഏണി അതേപോലെ തന്നെ തോട്ടി, ഇത് രണ്ടും വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ തേങ്ങ പറിക്കാൻ, അതേപോലെ തന്നെ കഴുങ്ങിൽ ചെറിയ രീതിയിലൊക്കെ കയറാൻ, എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പൊ അല്ലെ, ഇപ്പൊ മരത്തിൽ ഈവൺ എന്തെങ്കിലും ചെറിയ കിണറ്റിലൊക്കെ എന്തെങ്കിലും അവസ്ഥ വീണാല് കിണറ്റിൽ ഇറങ്ങാനും സുഖമാണത്. ഒരു കയറിൽ കെട്ടിയിട്ട് കിണറ്റിൽ വെച്ചിട്ട് അതിലൂടെ നമുക്ക് കാരണം ഇതിന്റെ വെയിറ്റ്ലെസ് കാരണം എന്താണ്, ഈസി ആയിട്ട് എടുക്കാനും വെക്കാനും. ഇവരുടെ സ്ഥാപനം ഉള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്തുള്ള ഐനിക്കോട്, ചെറുകോട് എന്ന് പറയുന്ന സ്ഥലം. ചെറുകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഓൾ കേരള ഡെലിവറി ഉണ്ടല്ലോ അല്ലെ. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കാം. എങ്ങനെയാണ് കയറുന്നത്, കാര്യങ്ങളൊക്കെ നമുക്ക് സേഫ്റ്റി ഉണ്ടോ, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ ഞാൻ അതിന്റെ പ്രത്യേകത, ഇതിന്റെ കയറുന്നൊന്ന് കാണിച്ചു തരാം. അതിന്റെ മുമ്പ് ഞാൻ ഇതിന്റെ ചില പ്രത്യേകതകളൊന്ന് പറഞ്ഞുതരാം. വളരെ വെയിറ്റ്ലെസ് ആണ്. 10 കിലോ വെയിറ്റേ ഉള്ളൂ. ടോട്ടൽ ഇത് 10 കിലോ വെയിറ്റ്. ഇത് 20 അടി 6 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ഏണി വരുന്നത് 10 കിലോ വെയിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു മരത്തിൽ നിന്ന് എടുത്ത ഏത് മരത്തിലേക്കും വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാം, മാറ്റി വെക്കാൻ. പിന്നെ ഇതിന്റെ അടിയിൽ വരുന്ന ഈ ഫൗണ്ടേഷൻ ഇതാ, ഈ ആണി, 2 ഗ്രിപ്പറിന് വേണ്ടിയിട്ട് 2 ആണി ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ വെച്ചാലും കറങ്ങി കളിക്കാതിരിക്കാൻ നമ്മള് കുത്തി വെച്ചിട്ട് അവിടെ നിന്നോളും. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പിൽ മാത്രം നിന്നാലും തിരിഞ്ഞു കളിക്കൂല. കുരുമുളകൊക്കെ പറിക്കാൻ കയറുമ്പോൾ സാധാ കോണിയാണെന്നുണ്ടെങ്കിൽ തിരിയും. ആ പ്രശ്നം അപ്പൊ ഇതിന് വരുന്നില്ല. അതോടൊപ്പം തന്നെ കുരുമുളക് പറിക്കാവുന്ന ജോലി എന്ന് പറയുന്നത് കൂടുതൽ സമയം ഒരേ സ്റ്റെപ്പിൽ ഒരേ രൂപത്തിൽ നിൽക്കേണ്ടി വരുമ്പോൾ കാലിന് വേദന എടുക്കും. അപ്പൊ ഇത് ഏകദേശം 4 ഇഞ്ചോളം വീതി വരുന്ന സ്റ്റെപ്പാണ് ഇതിനുള്ളത്. അത് കാരണം തന്നെ നമ്മൾ എത്ര സമയം ഇതിൽ നിന്നാലും നമ്മളെ കാലിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഞാനിതൊന്ന് കയറി കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ കുരുമുളക് പറിക്കാനൊക്കെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇതിൽ നിന്നിട്ട് പറിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ എൻഡില് 2 ക്ലാമ്പ് വരുന്നുണ്ട്, ബ്രാക്കറ്റ് വരുന്നുണ്ട് മരത്തിൽ പിടിപ്പിക്കാൻ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അഡ്ജസ്റ്റബിൾ ആണ്. ഏറ്റവും ടോപ്പിൽ അത് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യും. അഡ്ജസ്റ്റബിൾ ആണ്. മരത്തിന്റെ വണ്ണത്തിനനുസരിച്ച് ഇപ്പൊ കവുങ്ങിലാണ് വെക്കുന്നതെങ്കിൽ ചെറുതാക്കിയിട്ട് വെക്കാം, തെങ്ങാണെങ്കിൽ വലുതാക്കാം. ഇനി നമ്മൾ ചുമരിലാണ്, വീടിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി ചുമരിലാണ് ചേരുന്നതെങ്കിൽ അത് ഫുള്ള് ഫ്ലാറ്റ് ആക്കിയിട്ടും നമുക്ക് വെക്കാൻ പറ്റും, യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു അഡ്ജസ്റ്റബിൾ സിസ്റ്റം കൂടി ഇതിന്റെ പ്രത്യേകതയാണ്.
ഗ്രിപ്പിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല ഫുൾ ടോപ്പിലെത്തി. ഇതിപ്പോ എത്ര അടി ഹൈറ്റ് ആണ്? ഇത് 6 മീറ്റർ ഹൈറ്റ് ഉണ്ട്. 6 മീറ്റർ ഫുൾ ഹൈറ്റിലെത്തി. ഫുൾ ഹൈറ്റിലെത്തിയിട്ടുണ്ട്. 6 മീറ്റർ പറഞ്ഞാൽ 20 അടി ഹൈറ്റ്. ഒരു 2 നില ബിൽഡിങ്ങിന്റെ ഉയരാണ് ഇതിനുള്ളത് 6 മീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് ഉയരം തികയാതെ വരികയാണെങ്കിൽ ഒരു 10 അടിയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാതില് ഇതില് അലുമിനിയത്തിൽ ഒരു 3 മീറ്ററും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മുകളിലേക്ക് വെക്കാം. ഹൈറ്റ് കൂട്ടാൻ പറ്റൂല. ഹൈറ്റ് കൂട്ടാം. ഇത് അതുപോലെ തന്നെ നമ്മൾ അടുത്തുള്ള മറ്റൊരു ഏണിയാണ്. ഇത് ഫുള്ളി ഫൈബർ ആണ്. 100% ഫൈബറിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതും തന്നെ വെയിറ്റ്ലെസ് ആണ്. ഇതിന്റെ ഹൈറ്റ് എത്ര വരുന്നത്? ചുരുക്കി 20 അടി. 20 അടി. ഇനി ഇതിൽ നമുക്ക് ചെയ്യേണ്ട മറ്റൊരു സൗകര്യം എന്ന് വെച്ചാല് ആളുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ 2 പാർട്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കും. ഏത് 20 അടി ഇപ്പൊ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് 2 പാർട്ട്, 10 അടിയോ അല്ലെങ്കിൽ 12 അടി 8 അടി അങ്ങനെ ആക്കിയിട്ട് പീസാക്കിയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതും തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 2 ആണി അടിയിലുണ്ട്, താഴെ വരുന്നുണ്ട്. അത് നമ്മള് നിലത്തുറപ്പിച്ചിട്ട് മരത്തിൽ ചാരുന്ന ഭാഗത്ത് 2 ക്ലാമ്പ് ഉണ്ട് പിടിപ്പിക്കുന്നത്. അത് കാരണം എന്താണ്, തെന്നി പോവുകയില്ല. അവിടെ സ്ട്രോങ് ആയി നിന്നോളൂ. സ്ട്രോങ് ആയി അവിടെ നിൽക്കും. പിന്നെ ഇതിലും തന്നെ നമുക്ക് ഈസി ആയിട്ട് കയറാം. നല്ല വീതിയുള്ള സ്റ്റെപ്പാണ്. ഫുള്ളി ഫൈബർ ആണെന്നുള്ളൂ. നേരത്തെ നമ്മൾ കാണിച്ചത് അലൂമിനിയം ആയിരുന്നു. ഇതിന്റെ ഫുള്ളി ഫൈബർ ആയിട്ടുള്ളത്. ഇതിനും തന്നെ നമുക്ക് ഈസി ആയിട്ട് കയറി പോവാം. ഇതെങ്ങനെ ക്വാളിറ്റി രണ്ടിലും ഏതാണ് ബെസ്റ്റ്? ക്വാളിറ്റി അത് ആളുകളുടെ ചോയ്സ് ആണ്. ഒന്ന് അലൂമിനിയം ആണ്, ഒന്ന് ഫൈബർ ആണ്. രണ്ടും സെയിം ക്വാളിറ്റി ആണ്. രണ്ടും തുരുമ്പ് പിടിക്കുക അല്ലെങ്കിൽ അങ്ങനെ? ഇല്ല, രണ്ടും തുരുമ്പ് പിടിക്കുക, കേടുവരെ ചെയ്യുന്നില്ല. ലോങ് ടൈം നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഏകദേശം 7 വർഷത്തോളത്തിലധികമായി നമ്മൾ ഫീൽഡിലുണ്ട്. അപ്പോൾ ഇത് ആദ്യം വാങ്ങിയവരൊക്കെ അടുത്തിപ്പോഴും അത് നമ്മൾ അതേപോലെ തന്നെ ഉണ്ട്. ഇതിന്റെ ടോപ്പ് വരെ നമുക്ക് കയറി പോകാം. ഏകദേശം 6 മീറ്റർ ഹൈറ്റ് കയറി പോകും. ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എത്ര ഹൈറ്റ് കൂട്ടാൻ പറ്റും? ഇതില് അലൂമിനിയം എക്സ്റ്റെൻഡ് ചെയ്യുന്ന അത്ര തന്നെ സിമ്പിൾ അല്ല. എന്നാൽ റിസ്കി ആയിട്ട് നമുക്ക് ചെയ്യാം. ഒരു 10 അടിയും കൂടിയൊക്കെ കൂട്ടാല്ലേ. പക്ഷെ അത്ര സേഫ്റ്റി അല്ല. അലൂമിനിയം ആണെങ്കിൽ നമുക്ക് 100% സേഫ്റ്റി ആയിട്ട് ലെങ്ത് കൂട്ടാം. അതുപോലെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു ഉപകരണമാണ്. 2 ഐറ്റം തോട്ടിയാണ് നമ്മുടെ അടുത്തുള്ളത്. ഒന്ന് ഫൈബറിലുള്ളത്, ഇന്നൊന്ന് ഫുള്ളി അലൂമിനിയത്തിലുള്ളത്. അഡ്ജസ്റ്റബിൾ ആണ്, ടെലസ്കോപ്പിക് ടൈപ്പ് ആണ്. അതായത് നമുക്ക് ഫൈബറിന്റെ തോട്ടിയാണെങ്കിൽ ഒരു മാക്സിമം ഒരു 21 അടി വരെ ലെങ്ത് കൂട്ടാൻ പറ്റും. 21 അടി ലെങ്ത് കൂട്ടാൻ പറ്റും. അതായത് നമുക്കിത് ടെലസ്കോപ്പിക് ടൈപ്പ് ആണ്. ഇതിനുള്ള ഈ ബട്ടർഫ്ലൈ നെറ്റ് ഒന്ന് ലൂസ് ചെയ്തിട്ട് നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് നീട്ടി കൊണ്ടുപോകാം. നമുക്ക് എത്രയാണോ ആവശ്യം എന്നുള്ളത്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്ര കൂട്ടാൻ പറ്റും? 21 അടി. 21 അടി അല്ലേ? ഇത് ചുരുക്കി കഴിഞ്ഞാൽ ഒരു 11 അടി വരും. 11 അടിയാണ് ലെങ്ത് വരുന്നത്. 12 അടി 11 അടി. ഫൈബറിന്റെ രണ്ട് സെയിം തന്നെയാണോ ലെങ്ത് വരിക? അലൂമിനിയത്തിൽ നമുക്ക് കുറച്ചും കൂടെ ലെങ്ത് അധികം കിട്ടും. 36 അടി വരെ കിട്ടും. 36 അടി വരെ ലെങ്ത് കൂട്ടാൻ പറ്റും. അതെ. അതും സെയിം സിസ്റ്റം ആണ്. ഇതിന്റെ ഈ നെറ്റ് ലൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ലെങ്ത് കൂട്ടാൻ പറ്റും. നീട്ടി ഉപയോഗിക്കുക. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് പോകൂല്ലേ അലൂമിനിയം ആണെങ്കിൽ? അപ്പോൾ നമ്മളടുത്ത് പ്രൂണിങ്ങിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണിത്. ഇത് നമുക്ക് ഏത് മരങ്ങളുടെ, പ്രത്യേകിച്ച് ഈ റംബുട്ടാൻ മരങ്ങളൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം അത് മൊത്തത്തിലൊന്ന് പ്രൂൺ ചെയ്തെടുക്കാൻ കോണി വെച്ച് കയറലൊന്നും പ്രാക്ടിക്കൽ അല്ല. നമുക്ക് താഴെ നിന്നിട്ട് തന്നെ മാവ്, റംബുട്ടാൻ, ഇങ്ങനെ എല്ലാവിധ മരങ്ങളും ഗാർഡനൊക്കെ ശരിയാക്കുകയാണെങ്കിൽ ഈ ഹൈറ്റുള്ള ചെടികളൊക്കെ വെട്ടി കറക്റ്റ് ചെയ്യാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത്തിരി ചെറിയ ഈ മാവിന്റെ കമ്പൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഏത് ഭാഗത്താണോ കട്ട് ചെയ്യുന്നത് അവിടെ കൊളുത്തി വെച്ചിട്ട് നമ്മൾ ഈ ജസ്റ്റ് ഈ കയറൊന്ന് മുറിച്ചാൽ നമുക്കത് കട്ട് ചെയ്ത് പോരും. ഇത്ര വണ്ണുള്ളതാണെങ്കിൽ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റൂല്ലേ? വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റൂലേ? ഇതില് ഈ ഒരു സൈസിൽ കൊള്ളണ ഏത് കമ്പാണെങ്കിലും കട്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് കട്ടാവൂല്ലേ? കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റൂല്ലേ? ചെറിയ കമ്പ് ഇതുകൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വലിയ കൊമ്പ് എന്താണ് ഈ വാൾ ഉപയോഗിച്ചിട്ട് കൂർന്ന് കട്ട് ചെയ്യും. വലിച്ചു കട്ട് ചെയ്യാൻ പറ്റൂല്ലേ? അതെ. ഇത് 12 അടിയുടെ 3 സ്റ്റെപ്പ് ആയിട്ടാണുള്ളത്. 12 അടി 3 സ്റ്റെപ്പ്. 12 അടിയുടെ 3 ലെങ്ത് ആണ് ഇതിലുള്ളത്. ഇതിന്റെ ഫുൾ ലെങ്ത് ആണ് ഇപ്പൊ ഇതില്. നമുക്ക് അടക്ക പറിക്കാനുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് കൊളത്തി വലിക്കേണ്ട പണിയുള്ളൂ. അടക്ക ശരിക്കും പാകമാകാത്ത കാരണമാണ് വലിച്ചിടാത്ത. മാക്സിമം ഒരു 5 കിലോക്ക് അടുത്ത് 4.5 കിലോ വെയിറ്റ് വരുന്നതാണ്. നമുക്ക് ഇതാണോ ടോട്ടൽ മാക്സിമം ലെങ്ത് വരുന്നത്, അതോ ഇതിലും കൂടുതൽ ലെങ്ത് വരുന്നുണ്ടോ നമ്മുടെ അടുത്ത്? ഇതിലും കൂടുതൽ ലെങ്ത് വരുന്നതുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് 40 അടി വരുന്നതൊക്കെ. 40 അടി ഹൈറ്റിലുള്ളതാണെങ്കിൽ നമുക്ക് പറിക്കാൻ പറ്റുമല്ലോ? അതെ. കാർബൺ ഫൈബറിൽ വരുന്ന മറ്റൊരു ഐറ്റം ഉണ്ട്. അത് ഒരു 50-60 അടി വരെ നമുക്ക് ലെങ്ത് കൂട്ടാൻ വെയിറ്റ്ലെസ് ആണ്. പക്ഷെ അത് കോസ്റ്റ് അധികമായത് കാരണം അല്ലാതെ മാർക്കറ്റ് പോകുന്നില്ല. നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, അത് കാണിച്ചു തരാം. പിന്നെ ഇതാണ് നമ്മുടെ അടുത്തുള്ള വളരെ വെയിറ്റ്ലെസ് ആയ കാർബൺ ഫൈബർ. ഇത് എത്ര വെയിറ്റ് വരുന്നത്? ഇത് ഏകദേശം ഒരു 2.5 കിലോ 2.5 കിലോ സിമ്പിൾ ആയിട്ട് പൊക്കാൻ പറ്റണം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പൊക്കാം. ഇത് ഏകദേശം 40 ഫീറ്റ് നമുക്ക് 40 അടി ഹൈറ്റ് കൂട്ടാൻ പറ്റില്ല. പിന്നെ ഫുൾ ലെങ്ത് ആണെങ്കിലും വളഞ്ഞു പോകില്ല. ഇല്ല. ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് തന്നെ എന്താണ് ഹൈറ്റ് കൂട്ടി
ഇതാണ് ഇതിന്റെ ഫുൾ ഹൈറ്റ്. ഇപ്പൊ ഇതിന്റെ ഫുൾ ലെങ്തിലെത്തിയില്ലേ? ആ ഫുൾ ലെങ്ത്തുള്ള കഴുങ്ങിന്റെ ഹൈറ്റ് പോകൂലേ? ഇത് കാർബൺ ഫൈബർ ആണ്. കുറച്ച് നമുക്ക് ഈ കവുങ്ങിനൊക്കെ വേഗം അതുപോലെ തന്നെയാണ് ആ കാർബൺ ഫൈബറിന്റെ അതേ രൂപത്തിലുള്ള ഇതും അതേ സൈസ് തന്നെയാണ് വരുന്നത് ലെങ്ത്. ഒരു 35 ഫീറ്റ് വരുന്നത്, 35 അടി. 35 അടി. ഇത് നമുക്ക് അതുപോലെ അലുമിനിയാണ് വരുന്നത്. ഇത് ഫുള്ളി അലൂമിനിയത്തിലാണ് വരുന്നത്. പറഞ്ഞതുപോലെ ഇതിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മള് ആദ്യം 20 അടിയിൽ ഒരു 10 അടിയും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 30 അടി ആക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ഈ കിടക്കുന്നത് ഈ കിടക്കുന്ന ഇത് 20 അടിയുടെ ഒരു ലെങ്ത് ആണ്. 20 അടിയാണ് 6 മീറ്റർ. ഇതിൽ നമുക്ക് 10 അടിയുടെ ഒരു പീസ് എക്സ്റ്റെൻഡ് ചെയ്യാം. 10 അടിയുടെ ഒരു പീസ് വളരെ സിമ്പിൾ ആണ്, ആർക്കും ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഈ ഒരു ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ ഓൾറെഡി ഒരു ബോൾട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്താൽ നമുക്ക് നെട്ടും ബോൾട്ടും ഇട്ട് കൊടുത്താൽ മതി. ഇത് സേഫ് ആണ്? ഒറ്റ ബോൾട്ടില് സേഫ് ആണ്, വളഞ്ഞു പോകുന്നില്ല. അല്ല. ഇപ്പൊ നമുക്ക് എന്താണ് 30 അടിയുടെ ഒരു ലെങ്ത് ആയി മാറി. 30 അടി ലെങ്ത് ആയില്ലേ? അതാ വളരെ സുഖമായിട്ട് ഇതിൽ കയറി പോവാം. ഇതിനുള്ളിലേക്ക് നമ്മൾ അതിന്റെ സെയിം സോക്കറ്റ് ഇറക്കിയിട്ട് തിക്നെസ് കൂടിയ അതിനായിട്ട് വരുന്ന, അപ്പൊ വളയുന്ന പേടിയൊന്നുമില്ല. അതെ. പിന്നെ നമുക്ക് 20 അടിയുടെ ഒരു ലെങ്ത് തന്നെ 2 പാർട്ട് ആക്കിയിട്ട് നമ്മൾ കൊടുക്കാം. അതായത് ഇപ്പൊ 20 അടിയുടെ ഒറ്റ ലെങ്ത് ഇപ്പൊ നമ്മള് ഓട്ടോറിക്ഷയിലോ ഗുഡ്സിലൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് പ്രയാസമായിരിക്കും. ഒരു തോട്ടത്തിൽ നിന്ന് മറ്റൊരു തോട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കോ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, സൗകര്യത്തിന് വേണ്ടിയിട്ട് 20 അടിയുടെ ഒരു പീസ് തന്നെ നമ്മൾ 2 പാർട്ടാക്കി കൊടുക്കാം. അതാണ് ഇത് നമ്മള് ഈ കിടക്കണേ. ഇത് 12 അടിയുടെ ഒരു പീസാണ്. 12 അടിയുടെ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ അതിന്റെ 8 അടിയുടെ ഒരു ലെങ്ത്തും ബാക്കി 8 അടിയുടെ. ഇത് രണ്ടും അതുപോലെ സെയിം സംഭവം തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ഇതിന് സെയിം നെട്ടും ബോൾട്ട് തന്നെ വരുന്നില്ല? സെയിം നെട്ടും ബോൾട്ട്. അതായത് ഓൾറെഡി ഇതിൽ ഒരു നെട്ട് ഫിക്സ്ഡ് ആണ്. സ്റ്റീലിന്റെ നെട്ടും ബോൾട്ട് അല്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീലാണൊക്കെ, തുരുമ്പെടുക്കണതില്ല. അതുപോലെ തന്നെ ഫൈബറും തന്നെ 20 അടിയുടെ ഒരു ലെങ്ത് ആണിത്. ഇതിപ്പോ 20 അടിയുടെ ഫുൾ ലെങ്ത്. ഇതും അതേ മെത്തേഡോട് കൂടി നമുക്ക് എന്താണ് പാർട്ടാക്കി കൊടുക്കാം. 20 അടിയുടെ 10 ആയിട്ടോ അല്ലെങ്കിൽ 12 8 ആയിട്ടോ നമുക്ക് 2 പാർട്ടാക്കി കൊടുക്കാം. അതുപോലെ ഇതിൽ ഇനി 20 അടി തികയാത്തവർക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട്. ഇത് 10 അടി. 30 അടിയാക്കി നമുക്ക് മാറ്റാം. വളരെ സിമ്പിൾ ആയിട്ട് ഇനി 30 അടിയുടെ ലെങ്ത് ആയി മാറി. ഇതിപ്പോ ഫുൾ ലെങ്ത് 30 അടി ലെങ്ത്. അതെ. നേരത്തെ പറഞ്ഞതുപോലെ ഇതില് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്, ബ്രാക്കറ്റ് ആണ്, മരത്തിൽ പിടിപ്പിക്കുന്നത്. മരത്തിന്റെ വണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ അഡ്ജസ്റ്റ് ആണ്. കവുങ്ങാണെങ്കിൽ നമുക്ക് ഇത് ചെറുതാക്കിയിട്ട് ഇതിന്റെ പിറകില് നെട്ട് ബോൾട്ട് വരുന്ന ടൈറ്റ് ചെയ്താൽ അപ്പൊ കവുങ്ങിന്റെ വണ്ണത്തിലാക്കാം. ഇനി മരത്തിന്റെ വണ്ണത്തിലാക്കാം. വണ്ണത്തിനനുസരിച്ച് നമുക്കിത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ നമ്മൾ ചുമരിലാണ് ചാരുന്നതെങ്കിൽ എന്താണ്, ഇങ്ങനെ ഫ്ലാറ്റ് ആക്കിയിട്ട് നമുക്ക് ചുമരിൽ ചാരാം. അതെ. ഇതിന്റെ ഫൗണ്ടേഷൻ വരുന്നത് ഇങ്ങനെയാണ്. സോയിൽ ഗ്രിപ്പർ എന്ന് പറയും. ഈ 2 ആണി അടിയിൽ കൊടുക്കുന്നത് നമ്മുടെ ഏണി കറങ്ങി പോകാതിരിക്കാനും, കറങ്ങി കളിക്കാതിരിക്കാനും സ്ലിപ്പായി പോകാതിരിക്കാനൊക്കെയാണ്. മണ്ണിൽ കുത്തി വെച്ചാൽ പിന്നെ അത് നല്ല ഫിക്സ് ആയി അവിടെ നിൽക്കും. ഇത് മണ്ണിൽ ആഴ്ത്തി വെച്ചാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇതിന്റെ മുകളിൽ ഏറ്റവും എൻഡ് വരെ കയറി പോകാനും, അതായത് സ്ലിപ്പായി പോകുന്നോ കറങ്ങി പോകുന്നോ പേടിക്കേണ്ടതില്ല. എവിടെ വേണമെങ്കിലും, ഓൾ കേരള എവിടെ വേണമെങ്കിലും ഇവർ ഡെലിവറി ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്ന് ഇത് കണ്ട് എടുക്കാനാണ് താല്പര്യമെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവർ അയച്ചു തരും.